ഹായ് ഓൾ, വെൽക്കം ടു ഐ പ്ലസ്. ഞാൻ അക്ഷര. നമുക്ക് കേറ്റഡ് എക്സാമിനേഷനും സീറ്റഡ് എക്സാമിനേഷനും കോമൺ ആയിട്ട് ചോദിക്കുന്ന കുറച്ച് സൈക്കോളജി ക്വസ്റ്റ്യൻസ് ഡിസ്കസ് ചെയ്യാം. നിങ്ങൾക്ക് എത്ര ചോദ്യങ്ങളുടെ ഉത്തരം കൃത്യമായിട്ട് കണ്ടെത്താൻ സാധിച്ചു എന്നുള്ളത് തീർച്ചയായിട്ടും നിങ്ങൾ എന്ത് ചെയ്യുക, കമൻറ്റ് ചെയ്യുക. നമുക്ക് ആദ്യത്തെ ചോദ്യത്തിലേക്ക് കടക്കാം. Ruhi always thinks of multiple solutions to a problem, many of which are original solutions. Ruhi is displaying characteristics of a or an creative thinker, convergent thinker, rigid thinker, egocentric thinker. അപ്പോൾ നോക്കിക്കേ, ഒരു പ്രോബ്ലത്തിന് മൾട്ടിപ്പിൾ ആയിട്ടുള്ള രീതിയിൽ എന്ത് ചെയ്യുകയാണ് ഒരു കുട്ടി, റൂഹി എന്ന് പറഞ്ഞ കുട്ടി എന്ത് ചെയ്യുകയാണ്, ഇതുപോലെ സൊല്യൂഷൻസ് ആലോചിക്കുകയാണ്. അതിൽ ചില സൊല്യൂഷൻസ് ഒക്കെ എന്താണ് ശരിയായേക്കാം. അപ്പോൾ ഈ കുട്ടി എത്തരത്തിലുള്ള ഒരു കുട്ടിയാണ്. അപ്പോൾ തീർച്ചയായിട്ടും ക്ലാസ് റൂമുകളിൽ കുട്ടികളുടെ ഇത്തരം കാര്യങ്ങളെക്കുറിച്ച് ടീച്ചേഴ്സിന് കൃത്യമായിട്ടുള്ള ധാരണ ഉണ്ടായിരിക്കണം. അപ്പോൾ നോക്കിക്കേ, നമ്മുടെ ഓപ്ഷൻസ് എന്താണ്? ക്രിയേറ്റീവ് തിങ്കർ ആണോ, കൺവേർജൻ തിങ്കർ ആണോ, റിജിഡ് ആണോ, ഈഗോസെൻട്രിക് ആണോ? അപ്പോൾ നമുക്ക് പെട്ടെന്ന് എന്താണ് കൺവേർജൻറ്റ് ഡൈവേർജൻറ്റ് വെച്ച് പഠിച്ച് വെച്ചേക്കുന്നവർക്ക് പെട്ടെന്ന് ആ ഒരു ആൻസറിലേക്ക് പോകാൻ തോന്നും. പക്ഷേ കൺവേർജൻ തിങ്കർ എന്ന് പറയുമ്പോൾ എങ്ങനെയാണ്, ഒരു കോമൺ ആയിട്ടുള്ള ജനറൽ ആയിട്ടുള്ള സൊല്യൂഷനിലേക്ക് പോകുന്നതാണ്. ഡൈവേർജൻറ്റ്, അതിൻ്റെ ഓപ്പോസിറ്റ് ഡൈവേർജൻറ്റ് ഇവിടെ ഉണ്ടായിരുന്നെങ്കിൽ ആ ഒരു ഉത്തരം നമുക്ക് സെലക്ട് ചെയ്യാമായിരുന്നു. കാരണം എന്താണ്, പല രീതിയിൽ വൈവിധ്യമാർന്ന രീതിയിൽ ചിന്തിക്കുക എന്നുള്ള ഒരു അർത്ഥത്തിലേക്ക് പോകും. പിന്നെ റിജിഡ് തിങ്കർ, വളരെ റിജിഡ് ആയിട്ടൊരു മാറ്റം വരുന്നത്, അങ്ങനെ സ്ട്രിക്റ്റ് ആയിട്ട് ചിന്തിച്ച് പോയി കഴിഞ്ഞാൽ മൾട്ടിപ്പിൾ വേസ് അല്ല. പിന്നെ എന്താണ്, ഈഗോസെൻട്രിക് ആയിട്ടുള്ള തിങ്കർ എന്തായാലും ഇവിടെ വരത്തില്ല. അങ്ങനെ നമ്മുടെ കറക്റ്റ് ആൻസർ എന്താണ്? ക്രിയേറ്റീവ് തിങ്കറാണ്, അല്ലേ? സർഗാത്മകമായിട്ട് ചിന്തിക്കാൻ കഴിയുന്ന തിങ്കറാണ്. അപ്പം നോക്കിക്കേ, ഇവിടെ നമ്മൾ ഏറ്റവും ആപ്റ്റ് ആയിട്ടുള്ള ആൻസർ, ഇത്തരം മത്സര പരീക്ഷകളിൽ നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യം എന്താണ്, നമുക്ക് കറക്റ്റ് എന്താണ് നമ്മൾ കാര്യം പഠിച്ചു വെച്ചോ അതേ ഉത്തരം തന്നെ വരണമെന്നില്ല. അതിൽ ഏറ്റവും ഈ തന്നേക്കുന്ന ഓപ്ഷൻസിൽ ഏറ്റവും ആപ്റ്റ് ആയിട്ടുള്ളത് ഏതാണെന്ന് നോക്കുക. അപ്പോൾ അതെന്ത് ചെയ്യുക, അത് സെലക്ട് ചെയ്യുക. അടുത്ത ചോദ്യമാണ്, ഇൻ ദ കൺസ്ട്രക്റ്റീവിസ്റ്റ് ഫ്രെയിംവർക്ക് ലേണിംഗ് ഈസ് പ്രൈമർലി. അപ്പം നോക്കി, കൺസ്ട്രക്റ്റീവിസം, ബിഹേവിയറിസം, കൺസ്ട്രക്റ്റീവിസം, കോഗ്നിറ്റീവിസം ഒക്കെ നമ്മൾ പഠിച്ചു. നമുക്കറിയാം പുതിയ പാഠ്യപദ്ധതി എന്താണ് ഫോക്കസ് ചെയ്യുന്നത്, കൺസ്ട്രക്റ്റീവായിട്ടുള്ള കൺസ്ട്രക്റ്റീവിസമാണ് ഫോക്കസ് ചെയ്യുന്നത്. അപ്പോൾ അങ്ങനെയാണെങ്കിൽ അതുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങളാണ്. ഇറ്റ്സ് ബേസ്ഡ് ഓൺ റോട്ട് മെമ്മറൈസേഷൻ, centered around reinforcement, acquired through conditioning, focused on the process of meaning making. കൺസ്ട്രക്റ്റീവിസ്റ്റ് ഫ്രെയിംവർക്കിൽ നമുക്ക് ആദ്യം തന്നെ അറിയാം എന്താണ്, റോട്ട് മെമ്മറൈസേഷൻ, കാണാപ്പാഠം പഠിക്കുക എന്നുള്ള ഒരു പരിപാടിയില്ല. പിന്നെ റീഇൻഫോഴ്സ്മെൻറ്റ് എന്ന് പറയുമ്പോൾ നമുക്ക് ഓൾറെഡി എവിടെയാണെന്ന് അറിയുമ്പോൾ അത് ബിഹേവിയറിസത്തിലാണ്, അതും ഇവിടെ വരില്ല. പിന്നെ അക്വയർഡ് ത്രൂ കണ്ടീഷനിങ് ഒക്കെ എവിടെയാണ്, അതും ബിഹേവിയറിസത്തിലാണ്. പിന്നെ നമുക്ക് എവിടെ വരാം, ദ ഫോക്കസ് ഈസ് ഓൺ ദ പ്രോസസ് ഓഫ് മീനിങ് മേക്കിംഗ്, അറിവ് സൃഷ്ടിക്കുക. കുട്ടികൾ തന്നെയാണ് എന്താ അറിവിൻ്റെ നിർമ്മാതാക്കൾ എന്നുള്ള രീതിയിലാണ് നമ്മുടെ കൺസ്ട്രക്റ്റിവിസം. ഓൾറെഡി കുട്ടികൾക്ക് അറിയാവുന്ന കാര്യങ്ങളുടെ കൂടെ പുതിയ കാര്യങ്ങളും കൂടെ ചേർത്തുകൊണ്ട് അവരെന്ത് ചെയ്യുന്നുണ്ട്, കാര്യങ്ങൾ പഠിക്കുന്നു, മനസ്സിലാക്കുന്നു. അപ്പോൾ അവിടെ നമുക്ക് എന്തിനാണ് പ്രാധാന്യം കൺസ്ട്രക്റ്റിവിസത്തിൽ? ഇറ്റ്സ് ഫോക്കസ്ഡ് ഓൺ ദ പ്രോസസ് ഓഫ് മീനിങ് മേക്കിംഗ്, മീനിങ് ഉണ്ടാക്കുക. ആ ഒരു മീനിങ് മേക്കിംഗ് എന്നുള്ള പ്രോസസ്സിനാണ് കൂടുതലായിട്ട് പ്രാധാന്യം കൊടുക്കുന്നത്. അടുത്തത്, വിച്ച് ഓഫ് ദ ഫോളോയിങ് ഈസ് നോട്ട് എ പ്രിൻസിപ്പിൾ ഓഫ് ഡെവലപ്മെൻറ്റ്. സ്ഥിരമായിട്ട് പരീക്ഷകൾക്ക് ചോദിക്കുന്നതാണ് അല്ലേ, ഡെവലപ്മെൻറ്റുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങൾ, ഡെവലപ്മെൻറ്റും അതോടൊപ്പം ഹെറിഡിറ്റി, എൻവയോൺമെൻറ്റുമായിട്ടുള്ള കണക്ഷനൊക്കെ സ്ഥിരം ചോദിക്കുന്ന മേഖലയാണ്. നന്നായിട്ട് എന്ത് ചെയ്യാം, പഠിക്കേണ്ട ഒരു മേഖല കൂടെയാണ്. അപ്പം നോക്കിക്കേ, ഡെവലപ്മെൻറ്റ് ഈസ് ലൈഫ് ലോങ്, development is modifiable, development is influenced by both heredity and environment, development is universal and cultural content do not influence it. അപ്പോൾ നോക്കിക്കേ, ഡെവലപ്മെൻറ്റ് ലൈഫ് ലോങ് ആണ്, ശരിയാണ്. അപ്പോൾ എന്താണ്, നമ്മൾ പല തലങ്ങളിലായിട്ടുള്ള പല ഡൊമൈനിലായിട്ടുള്ള ഡെവലപ്മെൻറ്റ് നമുക്ക് സംഭവിക്കുന്നതാണ്. അപ്പോൾ ഡെവലപ്മെൻറ്റ് ഒരു ലൈഫ് ലോങ് പ്രോസസ്സാണ്. അടുത്ത, ഡെവലപ്മെൻറ്റ് ഈസ് മോഡിഫയബിൾ, മോഡിഫൈ ചെയ്യാം അല്ലേ. നമുക്കിപ്പോൾ ഒരു മേഖലയിൽ കുറച്ച് ഡെവലപ്മെൻറ്റ് ഉണ്ട്, അത് നമുക്ക് എന്ത് ചെയ്യാം, മോഡിഫൈ ചെയ്ത് മാറ്റാനായിട്ട്, അതിൽ മാറ്റങ്ങൾ വരുത്താനായിട്ട് സാധിക്കുന്നതാണ്. ഡെവലപ്മെൻറ്റ് ഈസ് ഇൻഫ്ലുവൻസ്ഡ് ബൈ ബോത്ത് ഹെറിഡിറ്റി ആൻഡ് എൻവയോൺമെൻറ്റ്. ഹെറിഡിറ്റിയും എൻവയോൺമെൻറ്റും രണ്ടും എന്താണ്, ഡെവലപ്മെൻറ്റിനെ എന്ത് ചെയ്യാവുന്നതാണ്, ഇൻഫ്ലുവൻസ് ചെയ്യുന്ന ഫാക്ടേഴ്സാണ്. വളരെ ശരിയാണ് അല്ലേ. നമുക്ക് ഡീറ്റെയിൽ ആയിട്ട് നമ്മൾ പഠിക്കുന്നതാണല്ലേ, ഹെറിഡിറ്റിയുടെയും എൻവയോൺമെൻറ്റിൻ്റെയും ഒരു പ്രോഡക്റ്റായിട്ട് നമുക്ക് കാണാൻ കഴിയുന്ന ഒന്നാണ് ഈ ഡെവലപ്മെൻറ്റ് എന്ന് പറയുന്നത്. ആൻഡ് ഫൈനലായി ഒരു ഓപ്ഷൻ നോക്കിയും, ഡെവലപ്മെൻറ്റ് ഈസ് യൂണിവേഴ്സൽ.
ഡെവലപ്മെൻറ്റ് യൂണിവേഴ്സലാണ്. ഓക്കെ, ബാക്കി നോക്കിക്കേ. ആൻഡ് കൾച്ചറൽ കണ്ടന്റ് ഡു നോട്ട് ഇൻഫ്ലുവൻസ് ഇറ്റ്. ഒരു വ്യക്തി ജനിച്ച് വളരുന്ന കൾച്ചർ അത് ഒരിക്കലും എന്താണ് ഡെവലപ്മെൻറ്റിനെ ഇൻഫ്ലുവൻസ് ചെയ്യില്ല എന്നാണ് പറഞ്ഞേക്കുന്നത്. അങ്ങനെയാണോ? അല്ല. തീർച്ചയായിട്ടും ഓരോ വ്യക്തിയുടെയും കൾച്ചറൽ കോണ്ടന്റ് എന്തായാലും ആ ഒരു വ്യക്തിയുടെ ഡെവലപ്മെൻറ്റിനെ ഇൻഫ്ലുവൻസ് ചെയ്യുന്ന ഒരു ഘടകം തന്നെയാണ്. അപ്പോൾ അത് ചെയ്യില്ല എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആ ഒരു ഓപ്ഷൻ എന്താണ്? തെറ്റാണ്. നമുക്ക് അടുത്ത ചോദ്യത്തിലേക്ക് കടക്കാം. Which of the following is a Piaget construct in the context of cognitive development of children? നോക്കിക്കേ, പിയാഷെയുടെ കൺസ്ട്രക്റ്റിനെ കുറിച്ചുള്ളതാണ്. വളരെ ഇമ്പോർട്ടൻ്റ് ആണല്ലേ. പിയാഷെ, ബ്രൂണർ, വൈഗോട്സ്കി ഇവരെ ഒന്നും ഒഴിവാക്കിയിട്ടൊരു ചോദ്യപേപ്പർ നമുക്ക് കാണാൻ സാധിക്കില്ല. അപ്പോൾ ഇവരുടെ എല്ലാം കൃത്യമായിട്ട് എന്തൊക്കെ ഐഡിയാസാണ് മുന്നോട്ട് വെച്ചത്. പിന്നെ ടേംസ് ഉണ്ടല്ലോ, ടേംസ് കേൾക്കുമ്പോൾ ആരുമായിട്ട് ബന്ധപ്പെട്ടതാണ്. അപ്പോൾ ഇതൊക്കെ പ്രിപ്പയർ ചെയ്യുന്ന സമയത്ത്, എക്സാമിന് പഠിക്കുന്ന സമയത്ത് എന്ത് ചെയ്യും, നിങ്ങൾ സ്വന്തമായിട്ട് ഇപ്പോൾ ക്ലാസ് കേൾക്കുന്ന ടൈമിലാണെങ്കിലും എന്ത് ചെയ്യും, അപ്പോൾ ഇങ്ങനെ ചെറിയ ചെറിയ സ്റ്റിക്കി നോട്ട്സ് പോലെ ഇപ്പോൾ പിയാഷെ എന്നുള്ള ടേം കൊടുത്ത് ആ ഒരു വ്യക്തിയുടെ പേര് കൊടുത്താൽ അദ്ദേഹമായിട്ട് ബന്ധപ്പെട്ട ടേംസ് ഒക്കെ നിങ്ങൾ എന്ത് ചെയ്യും, ഇങ്ങനെ നോട്ട് ചെയ്ത് വെക്കാം. അപ്പോൾ ഇതൊക്കെ പലതവണ നമ്മളുടെ മുമ്പിലൂടെ കടന്നു പോകുമ്പോഴത്തേക്ക് പതിയെ പതിയെ എന്ത് ചെയ്യും, നമ്മുടെ മനസ്സിൽ ആ ഒരു ഐഡിയാസൊക്കെ നന്നായിട്ട് ഉറയ്ക്കുന്നതാണ്. സ്കീമാസ്, ഒബ്സർവേഷണൽ ലേണിംഗ്, കണ്ടീഷനിങ്, റീഇൻഫോഴ്സ്മെൻറ്റ്. അപ്പോൾ പിയാഷെ എന്ന് കേൾക്കുമ്പോൾ തന്നെ നമ്മുടെ മനസ്സിൽ പെട്ടെന്ന് ഓടിയെത്തുന്ന ഒന്നാണ് മെൻ്റൽ ഇമേജ് ആയിട്ടുള്ള സ്കീമ അല്ലേ. ഒരു പ്രത്യേക ടേം കേൾക്കുന്ന സമയത്തും നമ്മുടെ മനസ്സിൽ ഒരു ഇമേജ് തെളിയുന്നുണ്ട്. അപ്പോൾ ആ ഒരു മെൻ്റൽ ഇമേജിനെ നമുക്ക് എന്ത് ചെയ്യാം, സ്കീമ എന്ന് പറയാം. സ്കീമുകളിൽ മാറ്റം വരുന്നതിനെ കുറിച്ചൊക്കെ ഡീറ്റെയിൽ ആയിട്ട് നമുക്ക് പിയാഷെയുടെ തിയറിയിൽ നമ്മൾ പഠിച്ചിട്ടുള്ളതാണ്. അതിനെക്കുറിച്ചൊക്കെയുള്ള വീഡിയോസ് നമ്മുടെ ചാനലിൽ അവൈലബിൾ ആണ്, നിങ്ങൾ ചെക്കൗട്ട് ചെയ്യുക. ലാസ്റ്റ് ക്വസ്റ്റ്യൻ. ഡ്യൂറിങ് ക്ലാസ് റൂം ഡിസ്കഷൻസ് എ ടീച്ചർ ഓഫൺ പേസ് മോർ അറ്റൻഷൻ ടു ബോയ്സ് ദാൻ ഗേൾസ്. This is an example of gender bias, gender identity, gender relevance, ജെൻഡർ കൺസ്റ്റൻസി. അപ്പോൾ നോക്കിക്കേ, ഇവിടെ ക്ലാസ് റൂമുകളിൽ നമുക്ക് ജെൻഡർ പ്രത്യേക മേഖലയായിട്ട് നമ്മുടെ സിലബസിൽ കൊടുത്തിട്ടുള്ള ഒരു കാര്യമാണ്. ക്ലാസ് റൂമുകളിൽ പ്രത്യേകം എന്താണ് ജെൻഡർ ഇൻക്ലൂസീവായിട്ട് പഠിപ്പിക്കാനായിട്ട് നമ്മൾ ശ്രദ്ധിക്കണം. ജെൻഡർ എന്ന് പറയുന്ന ഒരു കാര്യം കൊണ്ടൊരു കാരണവശാലും നമ്മൾ എന്ത് ചെയ്യാൻ പാടില്ല, കുട്ടികളെ വേർതിരിച്ച് കാണാനായിട്ട് പാടില്ല. അപ്പോൾ അവരുടെ അവസരങ്ങൾ നഷ്ടപ്പെട്ട് പോകാൻ പാടില്ല. ആ ഒരു കാര്യമൊക്കെ അറിഞ്ഞിരിക്കണമെങ്കിൽ തീർച്ചയായിട്ടും ഇത്തരം ചോദ്യങ്ങൾ നമുക്ക് ഉത്തരം കണ്ടെത്താൻ അറിയണം. നോക്കിക്കേ, കൂടുതലായിട്ട് എന്താണ് ബോയ്സിന് അറ്റൻഷൻ കൊടുത്തു കഴിഞ്ഞാൽ തീർച്ചയായിട്ടും എന്താണ്, അപ്പോൾ ഒരു പ്രത്യേക വശത്തോട്ടുള്ള ഒരു ചായ്വാണ് നമുക്ക് മനസ്സിലായി. ചായ്വിനെ നമ്മൾ എന്ത് പറയും, ബയാസ് എന്ന് പറയും. അപ്പോൾ ജെൻഡർ ബയാസ്, ജെൻഡറിനെ അടിസ്ഥാനമാക്കിയിട്ടുള്ള ആ ഒരു ചായ്വാണ്. അപ്പോൾ അത്തരത്തിൽ ക്ലാസ് റൂമുകളിൽ ചെയ്യാൻ പാടില്ല. ഇത് തെറ്റായിട്ടുള്ള ഒരു പ്രവണതയാണ്. അത് തെറ്റാണെന്ന് ഒരു ടീച്ചർ തീർച്ചയായിട്ടും മനസ്സിലാക്കിയിരിക്കണം. അതിനു വേണ്ടിയിട്ടാണ് അത്തരത്തിലുള്ള ചോദ്യങ്ങളൊക്കെ നമ്മുടെ പരീക്ഷകളിൽ ഉൾപ്പെടുത്താറുള്ളത്. അപ്പോൾ നമ്മൾ 5 ചോദ്യങ്ങൾ ഇന്ന് ഡിസ്കസ് ചെയ്തു. നിങ്ങൾക്കിതിൽ എത്ര ചോദ്യങ്ങളുടെ ഉത്തരം കറക്റ്റായിട്ട് കണ്ടെത്താൻ സാധിച്ചു എന്ന് തീർച്ചയായിട്ടും നിങ്ങൾ എന്ത് ചെയ്യുക, കമൻറ്റ് ചെയ്യുക. മറ്റൊരു വീഡിയോയുമായി നമുക്ക് വീണ്ടും കാണാം. താങ്ക് യു.